എല്ലാവർക്കും ഈ ഭക്തിസാന്ദ്രമായ സായം സന്ധ്യയിലേക്ക് സ്വാഗതം. സംസ്കാര സംഘടന സേവ SPYSS ഓൺലൈൻ മലയാളം യോഗ ക്ലാസിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വ്യാഴാഴ്ച തോറും നടത്തിവരുന്ന ശ്രീമദ് ഭഗവത്ഗീത അധ്യയനത്തിന്റെ 128ാം ദിവസത്തിലേക്ക് നാം കടന്നിരിക്കുകയാണ്. ഈ ധന്യമുഹൂർത്തത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ നാം അധ്യയനം ചെയ്യുന്നത് 13ാം അധ്യായമായ ക്ഷേത്രജ്ഞ വിഭാഗ യോഗം എന്ന പുതിയ അധ്യായത്തിലെ 1 മുതൽ 6 വരെയുള്ള ശ്ലോകങ്ങളാണ്. ആദ്യമായി ധ്യാന ശ്ലോകം ചൊല്ലുന്ന രാജലക്ഷ്മി അക്ക, ഈ പുതിയ അധ്യായത്തിന്റെ ഇൻട്രഡക്ഷൻ പറയുന്നത് EV നായരണ്ണൻ, ചാൻഡിങ് ഗൈഡൻസ് നൽകുന്നത് ഗിരിജ അക്ക, ശ്ലോകം 1, 2, 3 റിപ്പീറ്റ് ചെയ്യുന്നത് പങ്കജാക്ഷനണ്ണൻ, അതിന്റെ വിശദീകരണം പറയുന്നത് ജയശ്രീ അക്ക, ശ്ലോകം 4, 5, 6 റിപ്പീറ്റ് ചെയ്യുന്നത് തിലകം അക്ക, അതിന്റെ വിശദീകരണം പറയുന്നത് സരോജിനി അക്ക, ബാക്കപ്പിൽ ഗംഗാക്കയും ത്രിജിത അക്കയും ഉണ്ട്. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ധ്യാന ശ്ലോകത്തിനായി രാജലക്ഷ്മി അക്കയെ സസ്നേഹം ക്ഷണിച്ചുകൊള്ളുന്നു. ഹരിയോം അക്ക. ഹരിയോം. എല്ലാവർക്കും സന്ധ്യാവന്ദനം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വതൈ നമഃ. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിന മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതി അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്ധദാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. നമോസ്തു ദേവ്യാസ വിശാലബുദ്ധേ പുല്ലാരവിന്ദായ തപത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയപ്രദീപഃ. പ്രപന്നപാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ഭോക്താ ഗോപാലനന്ദന പാർത്ഥോ വത്സസുധീർ ഭോക്താ ദുഗ്ധം ഗീതാമൃതം മഹത്. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതടാജേദ്രഥജലാ ഗാന്ധാരനീലോപലാ ശല്യഗ്രാഹവതീ കൃപേണ വഹനീ കർണേന വേലാകുലാ. അശ്വത്ഥാമ വികർണഘോരമകരാ ദുര്യോധനാവർത്തിനി സോത്തീർണാ ഖലു പാണ്ഡവൈരണനദീ കൈവർത്തകത്തേശവ. പാരാശര്യവചഃ സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം. ലോകേ സജ്ജന ഷട്പദൈരഹരഃ പ്രേപീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കലിമല പ്രധ്വംസിന ശ്രേയസേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതസ്തുന്വന്തി ദിവ്യസ്തവൈർ വേദൈ സാംഗപദക്രമോപനിഷദൈർഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദ്യാസുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. ഹരിയോം. ഹരിയോം അക്ക. അടുത്തതായി EV നായരണ്ണനെ ഈ പുതിയ അധ്യായത്തിന്റെ ഇൻട്രൊഡക്ഷൻ പറയാനായി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഹരിയോം അണ്ണ.
ഹരിയോ മക്ക, ഹരിയോ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഭഗവത്ഗീതയുടെ 13-ാം അധ്യായത്തിന്റെ തുടക്കത്തിലാണ്. കഴിഞ്ഞ 12ന്റെ അവസാനത്തിൽ പറഞ്ഞതുപോലെ ഈ 13 മുതൽ 18 വരെയുള്ളത് ഒരു സെപ്പറേറ്റ് സെക്ഷൻ ആയിട്ടാണ് പിന്നെ ഭഗവത്ഗീതയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് അന്ന് പറഞ്ഞതുപോലെ തത്വമസി എന്നുള്ള ആ ആപ്തവാക്യത്തിന്റെ അസി എന്നുള്ളതിന്റെ ഒരു വ്യാഖ്യാനം കൂടിയാണ് ഈ 6 അധ്യായങ്ങൾ. എന്ന് വെച്ചാൽ അത് എങ്ങനെയാണ് ആകുന്നത്, ഈ തത്വം ആകുന്നത് എങ്ങനെയാണ് എന്നുള്ളതിന്റെ ഒരു വ്യാഖ്യാനം. അപ്പോ ഇതില് അടിസ്ഥാനപരമായിട്ട് എങ്ങനെയാണ് നമ്മൾ ജ്ഞാനം നേടേണ്ടത്, നാം എന്താണ്, ഹു ആർ യു, നീ എന്താണ് എന്ന് മനസ്സിലാക്കുന്നുള്ള ആ അറിവ് നേടുന്നതാണ് ഇതിന്റെ അന്തിമമായ അർത്ഥം. എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ തന്നെ ലക്ഷ്യം നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പൊ ആ ജ്ഞാനം നേടുന്നതിനുള്ള വഴി എന്താണെന്നുള്ളതിന്റെ ഒരു തുടക്കമാണ് ഈ അധ്യായം. ഈ അധ്യായത്തിന്റെ നമ്മൾ വിചാരിച്ച പോലെ വളരെ, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച പോലെ എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. ഇത് അത്ര വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അധ്യായമല്ല. ഇത് വളരെ ഗഹനമായ ധാരാളം തത്വങ്ങൾ അടങ്ങിയ ഒരു അധ്യായമാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഞാൻ വായിച്ചത് ഓർമ്മയിൽ പറയാണ്, രമണ മഹർഷി ഭഗവത്ഗീതയിലെ മൊത്തം ശ്ലോകങ്ങളിൽ നിന്ന് 700 ചില്ലാനം ശ്ലോകങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത 42 ശ്ലോകങ്ങളിൽ 1-2 ശ്ലോകം ഈ 13-ാം അധ്യായത്തിലെ 1-2 ശ്ലോകമായിരുന്നു അത്രേ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം അതിന്റെ പ്രത്യേകതയും അതിന്റെ വിലയും. അപ്പൊ ഇതിൽ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതിന്റെ പേരാണ് പിന്നെ ക്ഷേത്രവും ക്ഷേത്രജ്ഞനും. ഇതിനെ പറ്റിയിട്ടുള്ള അറിവാണ് ഈ അധ്യായത്തിൽ. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട എന്താണ് ക്ഷേത്രം, ആരാണ് ക്ഷേത്രജ്ഞൻ, ഈ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നുള്ളതാണ് നമുക്ക് ഈ അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ക്ഷേത്രം എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ശരീരത്തിനെയാണ്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അമ്പലം എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ വരുന്നത്. ഈ പ്രവർത്തനം നടക്കുന്ന ഫീൽഡ്, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ അതിനെ ഫീൽഡ് എന്നാ പറയാണ്. ആ ഫീൽഡ് എന്ന് പറഞ്ഞെങ്കിൽ ആ ഏരിയ അല്ലെങ്കിൽ ആ ഭാഗം, അതാണ് ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തത്വത്തിൽ നമ്മുടെ ശരീരം, ഒരു ജീവിയുടെ ശരീരത്തിനെയാണ് ഇവിടെ ഫീൽഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്ഷേത്രം എന്ന് പറയുന്നത്. ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത് ദി നോവർ ഓഫ് ദ ഫീൽഡ്. ഈ ഫീൽഡിനെ അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിനെ അറിയുന്നവൻ ആരോ അതാണ് ക്ഷേത്രജ്ഞൻ. ഇപ്പോ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ലളിതമായ ഭാഷയിൽ പറയുകയാണെങ്കിൽ, ശരീരവും ആത്മാവുമാണ് ഈ ക്ഷേത്രവും ക്ഷേത്രജ്ഞനും. ഇപ്പൊ ഈ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് ബോഡിയാണ്. അപ്പൊ ഈ ബോഡി, പിന്നെ നമ്മൾ അതിന്റെ കൂടെ പറയുന്നതാണ് ബോഡി ആൻഡ് മൈൻഡ്. അപ്പൊ അതാണോ ക്ഷേത്രജ്ഞൻ? അല്ല, മൈൻഡ് ക്ഷേത്രജ്ഞൻ ആവുന്നില്ല. ക്ഷേത്രവും മൈൻഡ് അതിന്റെ ഭാഗമാണ്, ക്ഷേത്രജ്ഞൻ ആത്മാവ് വേറെയാണ്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഇതിന്റെ 3 കമ്പോണൻസിനെ പറ്റിയാണ്, 3 ഭാഗങ്ങളായിട്ടാണ് ഈ നമ്മുടെ അന്തിമമായ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്ഞാനം ഉണ്ടാക്കുക. ആദ്യം സ്വയം അറിയുക, എന്നിട്ട് നമുക്ക് എങ്ങനെ സ്വയം മാറ്റപ്പെടാം, മാറിയിട്ട് വേണം നമ്മൾ ഈ പരമമായ സത്യത്തിലേക്ക് നീങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വയം ആദ്യം നമുക്കൊരു ബോധ്യം വരണം, ഞാൻ ആരാണെന്ന്. അപ്പോ ഞാൻ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആദ്യം പറയുന്നതാണ് ആദ്യം ക്ഷേത്രം, പിന്നെ ക്ഷേത്രജ്ഞൻ, പിന്നെ പരമാത്മാവ്. ഇതാണ് ഇതിന്റെ 3 ഘടകങ്ങൾ. അപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ എന്താ പറയുക, നിർവചനം എന്താണെന്ന് നോക്കാം. ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരീരമാണ്. ക്ഷേത്രത്തിന് ചേതന നൽകുന്നതും അതിനാൽ ക്ഷേത്രത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് തോന്നുന്നതുമായ പരമമായ തത്വമാണ് ക്ഷേത്രജ്ഞൻ. എന്ന് പറഞ്ഞാൽ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തോന്നുക. ക്ഷേത്രത്തിന്റെ ഭാഗമാണ്, പക്ഷെ ക്ഷേത്രത്തിനെ പ്രവർത്തിപ്പിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ഈ ക്ഷേത്രജ്ഞൻ ചെയ്യുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവ് ചെയ്യുന്നു. ഒരു വ്യക്തിക്ക് അവൻ മത്സരിക്കുന്ന കർമ്മമണ്ഡലത്തിന്റെ സ്വഭാവം അനുസരിച്ച് ഒരു പേരുണ്ടാകും.
ഇപ്പൊ ഓരോരോ ആൾക്ക് ഓരോരോ പേരുണ്ട് ആ കർമ്മമണ്ഡലത്തിനനുസരിച്ച്. ഉദാഹരണത്തിന് ഇപ്പൊ ഒരാള് ഒരു കുതിരയോട്ടക്കാരനാണെങ്കിൽ അവനെ റൈഡർ എന്ന് പറയും. അതേ ആൾ നമ്മൾ വെള്ളത്തിൽ പോയി സ്വിം ചെയ്യുകയാണെങ്കിൽ, നീന്തി കളിക്കുകയാണെങ്കിൽ അവന് സ്വിമ്മർ എന്ന് പറയും. അപ്പൊ അതുപോലെ ഈ ഓരോ ബോഡിക്കും അതിൻ്റെതായ ഒരു നിർവചനം ഉണ്ടെന്നാണ് പറയുന്നത്. അവന്റെ കർമ്മമണ്ഡലത്തിനനുസരിച്ചിട്ട് ബോഡിക്ക് ഒരു നിർവചനമുണ്ട്. അപ്പോ ഈ ക്ഷേത്രം ക്ഷേത്രജ്ഞൻ എന്നുള്ള ഈ അധ്യായത്തില് ആദ്യമായിട്ട് ഇതിന്റെ കാതലായ പ്രശ്നം എന്ന് പറഞ്ഞാൽ അർജുനന് ഈ കഥ തുടങ്ങുന്നത് അങ്ങനെയാണ്. അർജുനന് ഇത് മനസ്സിലാവുന്നില്ല. ഇത് എന്താണ് ഈ ക്ഷേത്രം എന്നുള്ളതും ക്ഷേത്രജ്ഞൻ എന്താണെന്നുള്ള കാര്യങ്ങൾ അറിയുന്നില്ല. അപ്പോ ഭഗവത്ഗീതയിൽ ഇപ്പൊ സമ്മറി ആയിട്ട് പറയുമ്പോൾ നേരിട്ട് അതിലേക്ക് തന്നെ എടുത്തു ചാടുന്നതാണ് നല്ലത്. അർജുനൻ ചോദിക്കുകയാണ് കൃഷ്ണനോട്, ആദ്യത്തെ ശ്ലോകത്തിൽ ചോദിക്കുകയാണ്, അല്ലയോ ഭഗവാനെ, ഈ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തൊക്കെയാണ് മനസ്സിലാകാത്തത്? ക്ഷേത്രം അല്ല, ആദ്യം പറയുന്നത് പ്രകൃതിയും പുരുഷനും എന്താണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണം. പ്രകൃതി, പുരുഷൻ, പിന്നെ ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ 2, പിന്നെ പറയുന്നത് ന്യായം, ജ്ഞേയം. ഇങ്ങനെയുള്ള 6 കമ്പോണൻസ് അല്ലെങ്കിൽ 6 നിർവചനങ്ങൾ, 6 വസ്തുതകളുടെ നിർവചനം അർജുനൻ അറിയുന്നില്ല. അതാണ് കൃഷ്ണനോട് നേരിട്ട് ആദ്യം ചോദിക്കുന്നത്. അപ്പൊ കൃഷ്ണൻ അതിന് പറയുന്ന ഉത്തരങ്ങളാണ് ഈ മൊത്തമായിട്ടുള്ള 35 ശ്ലോകങ്ങൾ. അതിപ്പോ നമുക്ക് ഇനിയിപ്പോ വളരെ വിസ്തരിച്ച് പഠിക്കുമ്പോൾ നമുക്ക് അതിന്റെ പ്രാധാന്യങ്ങൾ അറിയാം. അതിൽ എന്താ പറയുന്നത് പറഞ്ഞാല്, ആദ്യത്തെ പ്രകൃതിയും പുരുഷനും എന്നുള്ള അതിന്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ നിർവചനം നിങ്ങൾ വായിച്ചു പോകുമ്പോഴറിയാം. 20ഉം 26ഉം ശ്ലോകങ്ങളുടെ ഇടയിലാണ് ഈ പ്രകൃതിയും പുരുഷനും എന്നുള്ളതിന്റെ നിർവചനം വരുന്നത്. 20 മുതൽ 26 ശ്ലോകങ്ങൾ. പിന്നെ ക്ഷേത്രവും ക്ഷേത്രജ്ഞനും എന്നുള്ളതിന്റെ ഡെഫിനിഷൻ വരുന്നത് എവിടെയെന്ന് പറഞ്ഞാൽ 2 മുതൽ 7 വരെയുള്ള ശ്ലോകങ്ങളിലാണ്. കൃത്യമായിട്ട് പറയാണ് എന്താണ് ക്ഷേത്രം, എന്താണ് ക്ഷേത്രജ്ഞൻ. പിന്നെ ജ്ഞാനത്തിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. കാരണം നമ്മുടെ അന്തിമമായ നമ്മുടെ ആവശ്യം ജ്ഞാനമാണ്. നമ്മുടെ സ്വയം മാറ്റപ്പെടാൻ, ആ പരമാത്മാവിലേക്ക് ലയിക്കാനുള്ള പരമാത്മാവ് ഇതിന്റെ കൂടെ പറയാണ്. ഇത് മറ്റേ അദ്വൈത ഫിലോസഫിയുടെ ഒരു ഭാഗമായിട്ടാണ് ഭഗവത്ഗീതയിൽ പലയിടത്തും പറയുന്നത്. ചിലയിടത്തും മറ്റേ ദ്വൈതത്തിന്റെ ഇതും ഫിലോസഫി പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സ്വാമിജിയോട് ഞാനത് ചോദിക്കുകയും ചെയ്തു. പക്ഷെ എനിക്കത് അത്ര കൺവിൻസിംഗ് ആയിട്ട് തോന്നിയില്ല ഉത്തരം. കാരണം പലയിടത്തും പറയുന്നുണ്ട്, ഞാൻ ഇന്ന പോലെ എത്തിക്കഴിഞ്ഞാലേ എനിക്ക് എന്റെ ലേഖനം സാധ്യമാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് 2 ആയതുകൊണ്ടാണ്. ഒന്നിലേക്ക് ലയിക്കണമെങ്കിൽ 2 ആയിരിക്കണം. പക്ഷെ പൊതുവായിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അദ്വൈത ഫിലോസഫിയുടെ പാർട്ടാണ്. ഭഗവത്ഗീത അദ്വൈത ഫിലോസഫിയുടെ പാർട്ടാണ്. കാരണം പരമാത്മാവ് നമ്മളിൽ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ പറഞ്ഞ ക്ഷേത്രവും ക്ഷേത്രജ്ഞനും 3ാമത്തെ ഘടകം പരമാത്മാവാണ്. ഇതെല്ലാം ഒരേ ബോഡിയിലാണ് കുടികൊള്ളുന്നത്. അതുകൊണ്ട് ഇത് 2 തമ്മിൽ ഭേദമില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അത് പറഞ്ഞു വരുമ്പോൾ ഈ ജ്ഞാനമാണ് അർജുനൻ ചോദിക്കുന്നത്. 5ാമത്തെ ചോദ്യം, ഈ ജ്ഞാനം എന്താണ്? ജ്ഞാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെയുള്ള അറിവാണ്. നമ്മുടെ കയ്യിലുള്ള അറിവാണ് ജ്ഞാനം. നേരെ മറിച്ച് ജ്ഞേയം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഇന്ന് അറിയേണ്ടതാണ്. കാരണം നമുക്ക് ഈ അറിയാനുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ഇതിന് ഈ പരമാത്മാവിലേക്ക് എത്താനുള്ള വഴി എന്താണെന്ന് നമ്മൾ അറിയേണ്ടതാണ്. അപ്പൊ അതിനാണ് ജ്ഞേയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമ്പോണൻസ് അതിൽ പറയുന്നത് ഈ ജ്ഞാനം എന്ന് പറയുന്നത് 8 മുതൽ 12 വരെ ശ്ലോകങ്ങളിൽ വളരെ വിവരിച്ചിട്ട് പറയുന്നുണ്ട് എന്താണ് ജ്ഞാനം എന്ന്. പിന്നെ ജ്ഞേയം എന്താണ് നമുക്ക് അറിയേണ്ടത്, അത് 13 മുതൽ 19 വരെയുള്ള ശ്ലോകത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമ്മളപ്പോ സമ്മറൈസ് ചെയ്യുമ്പോൾ ഇത് വളരെ ഇതാണ്. ഈ 6 ചോദ്യങ്ങൾ അർജുനന്റെ അർജുനന്റെ ഉപാധ്യായയിലാണ് ശ്ലോകം തുടങ്ങുന്നത്. ഈ 6 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ മൊത്തമായിട്ടുള്ള ഈ അധ്യായം. അപ്പോൾ ഇനി നമുക്ക് അതിൽ ഓരോന്നിനെ പറ്റി ഇപ്പൊ വിസ്തരിച്ച് സംസാരിക്കാൻ സമയമില്ല. പക്ഷേ ഇതിൽ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ജ്ഞാനം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പ്രോസസ്സിങ് ഓഫ് അക്വയറിങ് നോളേജ്, എങ്ങനെയാണ് നമുക്ക് ഈ അറിവ് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ് ജ്ഞാനം. എന്താണ് അറിവ് എന്നുള്ളത് ഇതാണ്. പിന്നെ ഇനി എന്തൊക്കെയാണ് നമുക്ക് അറിയാനുള്ളതെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പൊ ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോഡിയെ പറ്റി പറയുമ്പോൾ നേരത്തെ പറഞ്ഞു ഇത് ഫീൽഡ്, ഇതൊരു ഫീൽഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ഷേത്രം എന്ന് പറഞ്ഞ ഒരു ഫീൽഡാണ്, ഇത് ബോഡിയാണ്. അപ്പൊ ഈ ബോഡി എന്താണെന്നുള്ളതാണ് ഫസ്റ്റ് ഡെഫിനിഷൻ വളരെ വിസ്തരിച്ചിട്ട് ഈ അധ്യായത്തിൽ പറയുന്നത്. ബോഡിയെ പറ്റി പറയുമ്പോൾ ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചേഞ്ചിങ് ആണ്. അതിനൊരു ബിഗിനിങ് ഉണ്ട്, അതൊരു എൻഡ് ഉണ്ട്. അത് ചേഞ്ചിങ് ആണ്. അതെങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് നമുക്കറിയാം. ഒരു ജീവന്റെ
ഈ ഭ്രൂണാവസ്ഥയിൽ നിന്ന് തുടങ്ങിയിട്ട് അവസാനം മരണം വരെയുള്ള ഒരു 6 സ്റ്റേജ് ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ബാല്യം, കൗമാരം, വാർദ്ധക്യം എന്ന് പറയുന്നത് പോലെ 6 സ്റ്റേജിലൂടെയാണ് ഈ ബോഡി പോകുന്നത്. അപ്പൊ ഒരു ഭാവം അതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ചേഞ്ചിങ് ഫോം. പിന്നൊരു ഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് കമ്പോസ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിന്റെ കമ്പോണൻസ് അല്ലെങ്കിൽ ഭാഗങ്ങൾ എന്താണെന്ന് അത് കൃത്യമായിട്ട് ഡെഫിനിഷൻ പോലെ പറയുന്നുണ്ട്. എത്രയെന്ന് പറഞ്ഞാൽ ഇതിൽ 26 കമ്പോണൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. 26 മൂലകങ്ങൾ എന്ന് പറയാം, നമുക്ക് എലമെന്റ്സ് എന്ന് പറയാം. അപ്പൊ അത് ഏതാണ്? നമ്മൾ സാധാരണയായിട്ട് പറഞ്ഞ അതില് പഞ്ചഭൂതങ്ങളുണ്ട്, പഞ്ചകർമ്മേന്ദ്രിയങ്ങളുണ്ട്, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്, പിന്നെ പഞ്ചതന്മാത്രകളുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ സാധാരണയായിട്ട് ഡെഫിനിഷനിൽ പറയാതിരിക്കുന്നതാണ്, ഒന്ന് മനസ്സ് അതിൻ്റെ കൂടെയുണ്ട്, പിന്നെ ഇന്റലക്ട് അതിൻ്റെ കൂടെയുണ്ട്, ഈഗോ അതിൻ്റെ കൂടെയുണ്ട്. പിന്നെ ഇത് കൂടാതെ ഈ പറഞ്ഞ ക്ഷേത്രജ്ഞൻ അത് പറഞ്ഞാൽ ആത്മാവ്, പിന്നെ പരമാത്മാവ്. അപ്പൊ എത്ര? ഇപ്പൊ 26 കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ 26 മൂലകങ്ങൾ ചേർന്നാണ് നമ്മുടെ ശരീരം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ ക്ഷേത്രം മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ ക്ഷേത്രത്തിന് ഇത്രയും ഭാവങ്ങൾ ഉണ്ട്. സമയം വളരെ കുറവാണ്. അപ്പോഴേ ഈ അറ്റൈൻമെന്റ്, ഈ ജ്ഞാനത്തിലൂടെ നമുക്ക് ആ പരമമായ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഓരോരോ സ്റ്റെപ്സിനെ പറ്റിയിട്ടും ഇതിൽ നേരത്തെ ഞാൻ പറഞ്ഞ ആ ചാപ്റ്ററിലൂടെ കൃഷ്ണ ഭഗവാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇത് ഇന്നതുപോലെ ചെയ്യണം, അത് ചെയ്തു കഴിഞ്ഞാൽ മാത്രം നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. പിന്നെ അതിൽ പറയുന്നത് അപ്രകൃതിയും പുരുഷനെയും പറ്റിയിട്ട് നേരത്തെ പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതി ആരാണ്? പ്രകൃതി എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ ബോഡിയാണ്. പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവാണ്. എന്താണ് ബോധം? കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ് ശരീരത്തിന് ഒരു ജീവന്റെ പ്രതീതി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ഭാവമാണ് കോൺഷ്യസ്നസ് എന്നാണ് പറയുന്നത്. കൊടുക്കുന്നത് ആത്മാവാണ്, വാങ്ങുന്നത് ശരീരമാണ്. അതിന്റെ ഭാവം അല്ലെങ്കിൽ ആ ബോധമാണ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ എല്ലാ ഡെഫിനിഷനെ പറ്റില്ല. ഇതിന്റെ ഇത്ര വലിയ പ്രത്യേകത പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മൊത്തം ഡെഫിനിഷൻസ് ആണ്, നിർവചനങ്ങളാണ്. ഓരോ നമുക്ക് ഒരു കുറേ പ്രാവശ്യം ചോദിച്ചാലും മനസ്സിലാക്കാൻ പറ്റാത്ത അത്രയും ഗഹനമായ കുറെ കാര്യങ്ങളുടെ നിർവചനമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഉത്തമമായ വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒത്തിരി നേരം നമുക്ക് വായിക്കേണ്ടിയിരിക്കുന്നു, പഠിക്കേണ്ടിയിരിക്കുന്നു. 35 ശ്ലോകങ്ങൾ വളരെ ഗഹനമായിട്ട് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി വല്ലതും പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഏതായാലും ഇതൊരു നല്ലൊരു തുടക്കമായിട്ട് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ വെച്ചിട്ട് ഇത്രയും പറഞ്ഞ് ഞാൻ എല്ലാത്തിനും നല്ലൊരു സക്സസ് ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ എല്ലാവരും ശ്രീലാളിതരായിട്ട് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം. ഹരി ഓം. ഹരി ഓം അണ്ണ. അടുത്തതായി ശ്ലോകം 1, 2, 3 ചാൻഡിങ് ഗൈഡൻസ് നൽകാനായി ഗിരിജയെയും ഇത് റിപ്പീറ്റേഷൻ ചെയ്യാനായി പങ്കജാക്ഷനെയും എക്സ്പ്ലനേഷനായി ജയശ്രീ അക്കയെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം. ഹരി ഓം. ഓം ശ്രീ പരമാത്മനേ നമഃ. അഥ ത്രയോദശോऽധ്യായഃ. ക്ഷേത്രജ്ഞ വിഭാഗയോഗഃ. ഒന്നാമത്തെ ശ്ലോകം നോക്കാം. ശ്രീ ഭഗവാനുവാച ഇദം ശരീരം കൗന്ദേയ. ശ്രീ ഭഗവാനുവാച ഇദം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയത്തെ. ക്ഷേത്രമിത്യഭിധീയത്തെ. ഏതാദ്യോ വേത്തിദം പ്രാഹുഃ. ഏതദ്യോ വേത്തിദം പ്രാഹുഃ. ക്ഷേത്രജ്ഞ ഇതി തദ്വിദഃ. ക്ഷേത്രജ്ഞ ഇതി തദ്വിദഃ. ഇദം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയത്തെ. ഇദം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയത്തെ.
एताद्यो वेत्ति तं प्राहुः क्षेत्रज्ञ इति तद्विदः एतद्यो वेत्तिदं प्राहुः क्षेत्रज्ञ इति तद्विदः इदं शरीरं कौन्तेय क्षेत्रमित्यभिधीयते एतद्यो वेत्ति तं प्राहुः क्षेत्रज्ञ इति तद्विदः इदं शरीरं कौन्तेय क्षेत्रमित्यभिधीयते एतद्यो वेत्तिदं प्राहुः क्षेत्रज्ञ इति तद्विदः അടുത്തതായി ശ്ലോകം 2 ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി क्षेत्रज्ञं चापि मां विद्धि സർവക്ഷേത്രേഷു ഭാരത सर्वक्षेत्रेषु भारत ക്ഷേത്രജ്ഞയോർജ്ഞാനം क्षेत्रक्षेत्रज्ञयोर्ज्ञानम् യത്തത് ജ്ഞാനം മതം മമ यत्तज्ज्ञानं मदं मम ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത क्षेत्रज्ञं चापि मां विद्धि सर्वक्षेत्रेषु भारत ക്ഷേത്രജ്ഞയോർജ്ഞാനം യത്തത് ജ്ഞാനം മതം മമ क्षेत्रक्षेत्रज्ञयोर्ज्ञानं यत्तज्ज्ञानं मदं मम ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത ക്ഷേത്രജ്ഞയോർജ്ഞാനം യത്തത് ജ്ഞാനം മതം മമ क्षेत्रज्ञं चापि मां विद्धि सर्वक्षेत्रेषु भारत क्षेत्रक्षेत्रज्ञयोर्ज्ञानं यत्तज्ज्ञानं मदं मम അടുത്തത് മൂന്നാമത്തെ ശ്ലോകം തത്ക്ഷേത്രം യച്ഛയാദൃശ്ച तत्क्षेत्रं यच्चयादृक् യദ്വികാരിത യതശ്ച യത് यद्विകാരി यदच्छयत् സ ച യോ യത് പ്രഭാവശ്ച स च यो यत्प्रभावच्च തത്സമാസേന മേ ശൃണു तत्समासेन मे शृणु തത്ക്ഷേത്രം യച്ഛയാദൃശ്ച യദ്വികാരി യതശ്ച യത് तत्क्षेत्रं यच्च यादृक् यद्विകാരി यदच्छयत् സ ച യോ യത് പ്രഭാവശ്ച തത്സമാസേന മേ ശൃണു स च यो यत्प्रभावच्च तत्समासेन मे शृणु തത്ക്ഷേത്രം യച്ഛയാദൃശ്ച യദ്വികാരി യതശ്ച യത് സ ച യോ യത് പ്രഭാവശ്ച തത്സമാസേന മേ ശൃണു तत्क्षेत्रं यच्च यादृक् यद्विകാരി यदच्छयत् स च यो यत्प्रभावच्च तत्समासेन मे शृणु ഹരി ഓം. ഇനി ഇതിന്റെ എക്സ്പ്ലനേഷൻ കേൾക്കാം. ഹരി ഓം. ആദ്യത്തെ ശ്ലോകം ഇദം ശരീരം കൗന്ദേയം. ഹേ കൗന്ദേയ, ഹേ കുന്തിപുത്ര, ഇദം ശരീരം, ഈ ശരീരം ക്ഷേത്രമിത്യഭിധീയതേ, ക്ഷേത്രമിതി അഭിധീയതേ, ക്ഷേത്രം എന്നാണ് ഈ ശരീരത്തെ പറയപ്പെടുന്നത്.
ഏതദ്യോ വേത്തി അതാ ഏതത് യഹ ഏതൊരുവൻ ഇതിനെ അറിയുന്നുവോ, ഈ ക്ഷേത്രത്തെ, ഈ ശരീരത്തെ അറിയുന്നുവോ, ക്ഷേത്രജ്ഞ ഇതി തദ്വിദഃ ഏതൊരുവനാണ് ഈ ക്ഷേത്രം അല്ലെ ഈ ശരീരത്തെ അറിയുന്നത്, അതിനെ അല്ലെങ്കിൽ ആ വിദ്വാൻമാർ അവരെ ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നു. ക്ഷേത്രജ്ഞന്മാരെ വേർതിരിച്ചറിയുന്നവരാണ് ഇങ്ങനെ പറയുന്നത്. ഇപ്പൊ ഈ ഹേ കൗന്ദേയ കുന്തിപുത്ര ഇതം ശരീരം, ഈ ശരീരം ക്ഷേത്രം എന്നാണ് പറയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തെ ഈ ക്ഷേത്രത്തെ കുറിച്ച് ജ്ഞാനമുള്ളവനെ ക്ഷേത്രജ്ഞൻ എന്നാണ് ക്ഷേത്രജ്ഞന്മാരെ വേർതിരിച്ചറിയുന്നവർ പറയുന്നത്. അതായത് ഈ ജീവാത്മാവും പരമാത്മാവും രണ്ടല്ല ഒന്നാണ് എന്നുള്ള ആ തത്വം അർജുനനെ ഇതുവരെ അത് മനസ്സിൽ ഉദിച്ചിട്ടില്ല. അപ്പോൾ അത് ഇപ്പൊ ഒരു സൂര്യന്റെ പ്രതിബിംബം പല ജലാശയങ്ങളിൽ കാണുന്നത് പോലെ ഈ പരമാത്മ ചൈതന്യം ജീവാത്മാക്കളിൽ, ഓരോരോ ജീവാത്മാക്കളിൽ ആ ചൈതന്യം തുടിക്കുന്നു. പക്ഷെ ആ പരമാത്മാവ് തന്നെയാണ് ഈ ജീവാത്മാവ്. ഈ ജീവാത്മാവിന് സ്വന്തമായിട്ടൊരു നിലനിൽപ്പില്ല. അത് വെള്ളത്തിലെ കുമിളകൾ പോലെയാണ്. കുമിളകൾ വെള്ളത്തിന് രൂപവ്യത്യാസം വരുത്തുന്നു എന്നേ ഉള്ളൂ. ഈ കുമിളകൾ പൊട്ടുമ്പോൾ അത് വീണ്ടും ജലമായിട്ട് തീരും, ജലത്തിന് സമാനമായിട്ട് തീരും. അപ്പൊ ജലത്തിനൊരു അതിൻ്റെതായ ഒരു അല്ല, ഈ ജീവാത്മാവിന് ആ സ്വന്തമായിട്ടൊരു അസ്തിത്വം ഇല്ല. ഈ പരമാത്മാവ് തന്നെയാണ് ജീവാത്മാവ്. ഇനി അടുത്ത ശ്ലോകം. ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. സർവക്ഷേത്രേഷു, ഹേ ഭാരത, ഹേ അർജുന, സർവക്ഷേത്രേഷു, സർവക്ഷേത്രങ്ങളിലും മാം ക്ഷേത്രജ്ഞം ച അഭിവിദ്ധി, സർവക്ഷേത്രങ്ങളിലും ഈ ക്ഷേത്രജ്ഞന്മാർ മാ വിദ്ധി, ഞാൻ തന്നെയാണെന്ന്, എന്നെ തന്നെയാണെന്ന് നീ അറിഞ്ഞുകൊള്ളുക. ക്ഷേത്രജ്ഞയോർ ജ്ഞാനം, ക്ഷേത്രജ്ഞനെയും കുറിച്ചുള്ള അറിവ് എന്താണോ ആ ജ്ഞാനം, ക്ഷേത്രത്തിനെയും ക്ഷേത്രജ്ഞന്മാരെ കുറിച്ചുള്ള ജ്ഞാനം തന്നെയാണ് ജ്ഞാനമെന്ന് പറയപ്പെടുന്നത്. മമ മതം, എന്റെ അഭിപ്രായം അത് തന്നെയാണ്. അതായത് പ്രകൃതി, ഈ പ്രപഞ്ചം, ദേഹം, ഇന്ദ്രിയങ്ങൾ, വിഷയം എന്നിവയായി പരിണമിച്ച് എല്ലാം യോജിപ്പിച്ച് ഒരു സംഘാതമായി നിൽക്കുന്നു, ഒരു കൂട്ടമായി നിൽക്കുന്നു. ആ കൂട്ടം അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ശരീരം എന്ന് പറയുന്നത്. അപ്പൊ ഈ ശരീരം ഭോഗാദി അനുഭവങ്ങൾ നൽകാൻ പുരുഷന് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നു. പുരുഷന് വേണ്ടി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ജീവാത്മാവ്. അപ്പൊ ഈ ശരീരത്തിന്റെ ഇന്ദ്രിയാനുഭവങ്ങളിൽ കൂടിയാണ് ഈ ജീവാത്മാവെല്ലാം അനുഭവിക്കുന്നത്. ശരീരം എല്ലാത്തിനും ഒരു കാരണം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ പ്രകൃതിയും പുരുഷനും ഈ പ്രകൃതിയും പുരുഷനും തമ്മിൽ അതുപോലെ തന്നെയാണ് ഈ ക്ഷേത്രവും ക്ഷേത്രജ്ഞനും. അതാണ് ഇവിടെ പറയുന്നത്. ഹരിയോം. ഹരിയോം. അടുത്തായി ശ്ലോകം 4, 5, 6 റിപ്പീറ്റ് ചെയ്യാനായി തിലകമക്കയെയും എക്സ്പ്ലനേഷൻ നൽകാനായി സരോജിനി അക്കയെയും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഹരിയോം. അടുത്തത് 4-ാമത്തെ ശ്ലോകം. ഋഷിഭിർബഹുധാ ഗീതം ഋഷിഭിർബഹുധാ ഗീതം ഛന്ദോഭിർവിവിധൈ പൃഥക് ചന്ദ്രോഭിർവിവിധൈ പൃഥക് ബ്രഹ്മസൂത്രപദൈശ്ചൈവ ബ്രഹ്മസൂത്രപദൈശ്ചൈവ ഹേതുമദ്ഭിർവിനിശ്ചിതൈഃ ഹേതുമദ്ഭിർവിനിശ്ചിതൈഃ ഋഷിഭിർബഹുധാ ഗീതം ഛന്ദോഭിർവിവിധൈ പൃഥക് ഋഷിഭിർബഹുധാ ഗീതം ചന്ദ്രോഭിർവിവിധൈ പൃഥക്.
ब्रह्मसूत्रपदैश्चैव हेतुमद्भिर्विनिश्चितैः ब्रह्मसूत्रपदैश्चैव हेतुमद्भिर्विनिश्चितैः ऋषिभिर्बहुधा गीतम् छन्दोभिर्विविधैः पृथक् ब्रह्मसूत्रपदैश्चैव हेतुमद्भिर्विनिश्चितैः ऋषिभिर्बहुधा गीतम् छन्दोभिर्विविधैः पृथक् ब्रह्मसूत्रपदैश्चैव हेतुमद्भिर्विनिश्चितैः അടുത്തതായി അഞ്ചാമത്തെ ശ്ലോകം. മഹാഭൂതാന്യഹങ്കാരഃ महाभूतान्यहङ्कारः ബുദ്ധിരവ്യക്തമേവ ച बुद्धिरव्यक्तमेव च ഇന്ദ്രിയാണി ദശൈകം ച इन्द्रियाणि दशैकं च പഞ്ചചേന്ദ്രിയഗോചരാഃ पञ्चचेन्द्रियगोचरः മഹാഭൂതാന്യഹങ്കാരഃ ബുദ്ധിരവ്യക്തമേവ ച महाभूतान्यहङ्कारः बुद्धिरव्यक्तमेव च ഇന്ദ്രിയാണി ദശൈകം ച പഞ്ചചേന്ദ്രിയഗോചരാഃ इन्द्रियाणि दशैकं च पञ्चचेन्द्रियगोचरः മഹാഭൂതാന്യഹങ്കാരഃ ബുദ്ധിരവ്യക്തമേവ ച ഇന്ദ്രിയാണി ദശൈകം ച പഞ്ചചേന്ദ്രിയഗോചരാഃ महाभूतान्यहङ्कारः बुद्धिरव्यक्तमेव च इन्द्रियाणि दशैकं च पञ्चचेन्द्रियगोचरः അടുത്തത് ആറാമത്തെ ശ്ലോകം. ഇച്ഛാദ്വേഷ സുഖം ദുഃഖം इच्छादेश सुखं दुःखं സംഘാതശ്ചേതനാ ധൃതിഃ सङ्गातच्छेदना धृतिः ഏതച്ഛേത്രം സമാസേന एतत्क्षेत्रं समासेन സവികാരമുദാഹൃതം सविकारमुदाहृतम् ഇച്ഛാദ്വേഷ സുഖം ദുഃഖം സംഘാതശ്ചേതനാ ധൃതിഃ इच्छाद्वेषः सुखं दुःखं सङ्गातच्छेदना धृतिः ഏതച്ഛേത്രം സമാസേന സവികാരമുദാഹൃതം एतत्क्षेत्रं समासेन सविकारमुदाहृतम् ഇച്ഛാദ്വേഷ സുഖം ദുഃഖം സംഘാതശ്ചേതനാ ധൃതിഃ ഏതച്ഛേത്രം സമാസേന സവികാരമുദാഹൃതം इच्छाद्वेषः सुखं दुःखं सङ्गातच्छेदना धृतिः एतत्क्षेत्रं समासेन सविकारमुदाहृतम् ഹരി ഓം. എക്സ്പ്ലനേഷന് വേണ്ടി സരോജിനി. ഹരി ഓം. ഇവിടെ മൂന്നാമത്തെ ശ്ലോകമായിട്ട് പറഞ്ഞിട്ടുള്ളത് തത്
ക്ഷേത്രം യച്ച യാദൃക്ച യദ്വികാരി യതശ്ചയത് സചയോ യത് പ്രഭാവശ്ച തത് സമാസേന മേ ശൃണു. തത് ക്ഷേത്രം യച്ച യത് ച യാദൃക് ച യദ്വികാരി യത് ച യത് സ ച യഹ യത് പ്രഭാവഃ ച തത് സമാസേന മേ ശൃണു. ഞാൻ ഇത് പറഞ്ഞു തരാം എന്നാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത്. ആ ക്ഷേത്രം എന്താണ്? തത് ക്ഷേത്രം, ആ ക്ഷേത്രം, അതായത് ആ ശരീരം, അതെന്താണ്? യച്ച, അതെന്താണ്? യാദൃക്, എങ്ങനെയുള്ളതാണ്? യാദൃക്, എങ്ങനെയുള്ളതാണ്? യദ് വികാരി, അതിന് എന്തെല്ലാം വികാരങ്ങളുണ്ട്? യതശ്ചയത്, യത് ആരിൽ നിന്ന് ഏത് വിധം ഉണ്ടായതാണ്? സചയോ യത് പ്രഭാവശ്ച, ആ അവന്റെ പ്രഭാവം, അത് എന്തെല്ലാം പ്രഭാവങ്ങൾ ഉള്ളവനാണ്? ആ ക്ഷേത്രജ്ഞൻ എന്തെല്ലാം പ്രഭാവങ്ങൾ ഉള്ളവനാണ്? ഇതെല്ലാം തത് സമാസേന മേ ശൃണു, ഞാൻ വളരെ ചുരുക്കത്തില് ഇതൊന്ന് പറഞ്ഞു തരാം, നീ കേട്ടോളൂ അർജുന എന്നാണ് ഭഗവാൻ ഈ 3-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. 4-ാമത്തെ ശ്ലോകത്തിൽ ഋഷിഭിർ ബഹുധാ ഗീതം ഛന്ദോഭിർവിവിധൈ പൃഥക് ബ്രഹ്മസൂത്രപദൈശ്ചൈവ ഹേതുമദ്ഭിർവിനിശ്ചിതൈഃ. അതിന്റെ പ്രതിഷേധം വന്നിട്ട് ഋഷിഭിഹി ബഹുധാ ഗീതം ഛന്ദോഭിഹി വിവിധൈഹി പൃഥക് ബ്രഹ്മസൂത്രപദൈഹി ച ഏവ ഹേതുമദ്ഭിഹി വിനിശ്ചിതൈഹി. ഞാൻ ഇത് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. അത് എന്തൊക്കെയാണ് എന്ന് ഭഗവാൻ പറയുകയാണത്. പദച്ഛേദമാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ഇവിടെ ഋഷിഭിഹി എന്ന് പറഞ്ഞാല് ഋഷികളാൽ, മുനികളാൽ, വസിഷ്ഠാദികൾ ആയിട്ടുള്ള മുനികളാൽ, ബഹുധാ, പല പ്രകാരത്തിൽ, ബഹുധാ ഗീതം, പല പ്രകാരത്തിലും ഇത് പാടിയിട്ടുണ്ട്. ഗീതം പാടിയിട്ടുണ്ട് എന്നല്ല, പറഞ്ഞിട്ടുണ്ട്, പ്രതിപാദിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് വ്യത്യാസം. പ്രകീർത്തിച്ചിട്ടുണ്ട്. ഛന്ദോഭിഹി, ഛന്ദസ് എന്ന് പറഞ്ഞാൽ വേദമന്ത്രാദികൾ കൊണ്ട്, വിവിധൈഹി, വിവിധങ്ങളായ പലതരത്തിലുള്ള കാര്യങ്ങള്, പൃഥക്, പ്രത്യേകം വിഭജിച്ച്, പലതരത്തിൽ അതിന് വിഭജിച്ച് പൃഥക് അതിനെ വിവേചിച്ച്, ബ്രഹ്മസൂത്ര പദൈഹി, ബ്രഹ്മസൂത്ര പദങ്ങൾ, അതായത് ബ്രഹ്മസൂത്രങ്ങൾ, ഉപനിഷത്തുകൾ, അതൊക്കെ അതിൻ്റെയൊക്കെ പദങ്ങൾ കൊണ്ട്, ബ്രഹ്മസൂത്ര പദങ്ങളെ കൊണ്ടും, ഹേതുമദ്ഭിഹി, ഹേതുമത് യുക്തിയുക്തങ്ങളായ പദങ്ങളെ കൊണ്ടും, വിനിശ്ചിതൈഹി, സുനിശ്ചിതങ്ങളായിക്കൊണ്ട്, സുനിശ്ചിതങ്ങളായി ആയിട്ടുള്ള യുക്തിയുക്തങ്ങളായ ബ്രഹ്മസൂത്ര പദങ്ങളെ കൊണ്ട് വസിഷ്ഠാദികൾ മുതലായ മുനികളാല് ഇത് പല പ്രകാരത്തിൽ പ്രകീർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ക്ഷേത്രജ്ഞ വിഭാഗയോഗമാണല്ലോ നമ്മളിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഭഗവാൻ പറയുന്നത് ഈ ക്ഷേത്രജ്ഞ തത്വം വസിഷ്ഠൻ തുടങ്ങിയ ഋഷികളാല് പല പ്രകാരത്തിൽ വിവിധങ്ങളായ ഛന്ദസ്സുകള്, അതായത് വേദ മന്ത്രങ്ങൾ കൊണ്ടും പ്രത്യേകം പല പ്രകാരത്തിൽ സുനിശ്ചിതങ്ങളും യുക്തിയുക്തങ്ങളുമായ ബ്രഹ്മസൂത്രവാക്യങ്ങളാലും ഉപനിഷത്ത് തുടങ്ങിയവയെ കൊണ്ടും വിവരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ നേരത്തെ ഞാൻ പറഞ്ഞു തരാം എന്ന് 3-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ട് അത് അല്പാൽപമായിട്ട് അർജുനന് വിശദീകരിച്ചു കൊടുക്കുന്നതാണ് ഈ ശ്ലോകത്തിൽ കുറച്ചായിട്ട് പറയുകയാണ്.
പ്രവർത്തന മേഖലയെയും, അതായത് ഈ നമ്മുടെ ശരീരം, ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശരീരമാണ്, ആ ശരീരത്തിന്റെ പ്രവർത്തന മേഖലയെയും അതിന്റെ ജ്ഞാതാവ്, ആ ജ്ഞാതാവിനെ പറ്റിയുമുള്ള ജ്ഞാനം വിവിധ വൈദിക കൃതികളിലൂടെ ഋഷീശ്വരന്മാർ നൽകിയിട്ടുണ്ട്. വിശേഷിച്ച് വേദാന്ത സൂത്രത്തിൽ കാര്യകാരണ സഹിതം ഇത് സമർത്ഥിച്ചിട്ടും ഉണ്ട്. അതാണ് ഈ 4-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി 5ഉം 6ഉം ശ്ലോകങ്ങള് നമുക്ക് ഒന്നിച്ച് എടുക്കാം. 5ഉം 6ഉം ശ്ലോകങ്ങള്. മഹാഭൂതാന്യഹങ്കാരഃ ബുദ്ധിരവ്യക്തമേവ ച ഇന്ദ്രിയാണി ദശൈകം ച പഞ്ചചേന്ദ്രിയ ഗോചരാഃ ഇച്ഛാദ്വേഷ സുഖം ദുഃഖം സംഘാതശ്ചേതനാധൃതിഃ ഏതത് ക്ഷേത്രം സമാസേന സവികാരമുദാഹൃതം. ഇത് ഈ 2 ശ്ലോകങ്ങൾ കൂടി ഒന്നിച്ചെടുത്താല് അതിന്റെ മുഴുവൻ പൂർണ്ണമായിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് അത് ഒന്നിച്ച് എടുക്കുന്നത്. 1-ാമത്തെ ശ്ലോകം എടുത്താല് 5-ാമത്തെ ശ്ലോകം എടുക്കുമ്പോൾ മഹാഭൂതാന്യഹങ്കാരഃ, മഹാഭൂതാനി അഹങ്കാരഃ ബുദ്ധിരവ്യക്തമേവ ച, ബുദ്ധിഃ അവ്യക്തം ഏവ ച ഇന്ദ്രിയാണി ദശൈകം ച, ഇന്ദ്രിയാണി ദശ ഏകം ച പഞ്ചചേന്ദ്രിയ ഗോചരാഃ, പഞ്ച ച ഇന്ദ്രിയ ഗോചരാഃ. അടുത്ത ശ്ലോകത്തില് ഇച്ഛ ദ്വേഷഃ സുഖം ദുഃഖം സംഘാതഃ ചേതന ധൃതിഃ ഏതത് ക്ഷേത്രം സമാസേന സവികാരം ഉദാഹൃതം. ഇത്രയാണ് ഇതിന്റെ പദങ്ങൾ അനുസരിച്ച് വരുന്നത്. അപ്പോ മഹാഭൂതാനി, മഹാഭൂതാനി എന്ന് പറഞ്ഞാല് മഹാഭൂതങ്ങൾ, അതായത് പഞ്ചഭൂതങ്ങൾ. നമുക്കറിയാം പഞ്ചഭൂതങ്ങൾ ഏതൊക്കെയാണ്? ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, അത്രയും പഞ്ചഭൂതങ്ങള്. പിന്നെ അഹങ്കാരം, അതായത് മിഥ്യാഹങ്കാരം, അഹങ്കാരം. പിന്നെ ബുദ്ധി, അവ്യക്തം, അവ്യക്തം എന്ന് പറഞ്ഞാൽ അത് മൂലപ്രകൃതിയെയാണ് ഉദ്ദേശിക്കുന്നത്, മൂലപ്രകൃതി. പിന്നെ ഇന്ദ്രിയാണി ദശം, ഇന്ദ്രിയാണി ദശം, ദശം എന്ന് പറഞ്ഞാൽ 10. നമുക്കറിയാം 10 ഇന്ദ്രിയങ്ങള്, അതായത് 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും. നമുക്ക് അറിയാം 5 ജ്ഞാനേന്ദ്രിയങ്ങള് കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, 5 ജ്ഞാനേന്ദ്രിയങ്ങള്. പിന്നെ 5 കർമ്മേന്ദ്രിയങ്ങള്, കയ്യ്, കാല്, വാക്ക്, വിസർജനേന്ദ്രിയം, ജനനേന്ദ്രിയം. അങ്ങനെ 5 കർമ്മേന്ദ്രിയങ്ങളും ദശൈകം, ഇവിടെ ഒരു ഏകം പറഞ്ഞിട്ടുണ്ട്. 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും, അത് 10ആയി. പിന്നെ ഒരു ദശൈകം പറഞ്ഞിട്ടുണ്ട്, അപ്പൊ ദശം ഏകം. പിന്നെ ഒരു ഏകം പറഞ്ഞിട്ടുള്ളത് മനസ്സിനെ ഉദ്ദേശിച്ചിട്ടാണ്, മനസ്സ്. ദശൈകം, അവിടെ ഏകം എന്ന് പറയുന്നത് മനസ്സ്. പിന്നെ ഒരു പഞ്ച ച ഇന്ദ്രിയ ഗോചരാഹ, പിന്നെ ഒരു 5 പറയുന്നുണ്ട്, അത് ഇന്ദ്രിയ ഗോചരാഹ. ഇന്ദ്രിയ ഗോചരാഹ എന്ന് പറയുന്നത് ഇന്ദ്രിയ വിഷയങ്ങളെ സംബന്ധിക്കുന്നതാണ്. ഇന്ദ്രിയ വിഷയങ്ങളെ സംബന്ധിക്കുന്നത് എന്തൊക്കെയാണ്? ഗന്ധം, രസം, രൂപം, സ്പർശം, ശബ്ദം, അങ്ങനെ അതൊക്കെയാണല്ലോ ഇന്ദ്രിയ വിഷയങ്ങൾ. ആ ഇന്ദ്രിയ വിഷയങ്ങളെ സംബന്ധിക്കുന്നതാണ് ഈ പഞ്ചേന്ദ്രിയ പഞ്ചചേന്ദ്രിയ, പഞ്ച ച ഇന്ദ്രിയ ഗോചരാഹ. അതാണ് അങ്ങനെ ആ പഞ്ചേന്ദ്രിയങ്ങളും പഞ്ച ഇന്ദ്രിയ വിഷയങ്ങളും, അങ്ങനെ അതെല്ലാം കൂടി ചേർക്കുമ്പോൾ ഉള്ള 24 ഘടകങ്ങളുടെ ഒരു സമൂഹമാണ് ഈ കർമ്മക്ഷേത്രം അല്ലെങ്കിൽ ശരീരം. ഇവിടെ ക്ഷേത്രം, ക്ഷേത്രവും ക്ഷേത്രജ്ഞനെ പറ്റിയാണല്ലോ നമ്മൾ പറയുന്നത്. ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഈ 5 പഞ്ചഭൂതങ്ങള്, പിന്നെ 5
കർമ്മേന്ദ്രിയങ്ങള്, 5 ജ്ഞാനേന്ദ്രിയങ്ങള്, 5 എന്താണ് ഇന്ദ്രിയ ഗോചരാഹ വിഷയങ്ങൾ, ഇന്ദ്രിയ വിഷയങ്ങള്, ഇതെല്ലാം മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഈ ശരീരം അല്ലെങ്കിൽ കർമ്മക്ഷേത്രം എന്ന് പറയുന്നത്. ഇച്ഛ, വിരോധം, സുഖം, ദുഃഖം. 6ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇച്ഛ, ദ്വേഷ, സുഖം, ദുഃഖം, സംഘാത, ചേതന, ധൃതി. അപ്പോൾ ഇവിടെ ഇച്ഛ, വിരോധം, സുഖം, ദുഃഖം, ചേതന, ധൃതി അഥവാ ധൃതി എന്ന് പറഞ്ഞാൽ ധൈര്യം ഇതെല്ലാം ചേർന്ന വികാരസഹിതമായ ക്ഷേത്രമാണ് നമ്മുടെ ശരീരം. സംഘാത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ശരീരം. ആ ശരീരം ഇങ്ങനെ ഈ ഇച്ഛ, വിരോധം, സുഖം, ദുഃഖം, ചേതന, ധൃതി അല്ലെങ്കിൽ ധൈര്യം ഇതെല്ലാം കൂടി ചേർന്നതാണ്. അപ്പോ 5 മഹാഭൂതങ്ങൾ, അതായത് പഞ്ചഭൂതങ്ങൾ, മിഥ്യാ അഹങ്കാരം, ബുദ്ധി, അവ്യക്തത, 10 ഇന്ദ്രിയങ്ങൾ, മനസ്സ്, 5 ഇന്ദ്രിയ വിഷയങ്ങൾ, രാഗദ്വേഷങ്ങൾ, സുഖദുഃഖങ്ങൾ, ജീവലക്ഷണങ്ങൾ, ദൃഢവിശ്വാസം എന്നിവയും ചുരുക്കത്തിൽ ക്ഷേത്രമായും അതിന്റെ പ്രതിപ്രവർത്തനങ്ങളായും ഋഷികളാൽ വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഋഷിവര്യന്മാരുടെ ആധികാരിക പ്രസ്താവനകളിൽ നിന്നും വേദാന്ത സൂത്രങ്ങളിൽ നിന്നും പ്രപഞ്ച ഘടകങ്ങളെ പറ്റി നമ്മൾ ഗ്രഹിക്കുന്നത് ഈ വിധത്തിലാണ്. മുമ്പ് പറഞ്ഞ ആ 24 വിഷയങ്ങളെയും വെവ്വേറെ എടുത്ത് നിഷ്കൃഷ്ട പഠനം നടത്തുന്നവർക്ക് കർമ്മക്ഷേത്രത്തെക്കുറിച്ച് നന്നായി അറിവ് നേടാം. രാഗദ്വേഷങ്ങളെയും സുഖദുഃഖങ്ങളെയും സ്ഥൂല ശരീരത്തിലെ പഞ്ചഭൂതങ്ങളുടെ അന്യോന്യ പ്രതികരണങ്ങളെയാണ് അത് വെളിപ്പെടുത്തുന്നത്. പ്രജ്ഞ, വിശ്വാസം എന്നീ ജീവലക്ഷണങ്ങൾ മനസ്സും ബുദ്ധിയും അഹങ്കാരവും ഉൾപ്പെടുന്ന സൂക്ഷ്മ ശരീരത്തിന്റെ ആവിഷ്കാരങ്ങളാണത്രേ. ഈ സൂക്ഷ്മ തത്വങ്ങളും കർമ്മക്ഷേത്രത്തിൽ പെട്ടത് തന്നെയാണ്. ഈ ഘടകങ്ങളെല്ലാം ഉൾപ്പെട്ടതാണ് ശരീരം. ആ ശരീരത്തിന് മാറ്റങ്ങളുണ്ട്. ശരീരം നിശ്ചലമല്ല, സ്ഥിരമല്ല. ആ ശരീരത്തിന് മാറ്റങ്ങളുണ്ട്. അതായത് ക്ഷേത്രം എന്ന് പറഞ്ഞത് മാറ്റമുള്ളതാണ്. ക്ഷേത്രം അസ്ഥിരമാണ്. എന്നാൽ ക്ഷേത്രജ്ഞൻ ആരാണ്? ആത്മാവാണ്. അത് ഒരിക്കലും ഇങ്ങനെ ചഞ്ചലപ്പെടുന്നതല്ല, മാറ്റമുള്ളതല്ല, അത് സ്ഥിരമായതാണ്. ഇപ്പോ ശരീരത്തിനുള്ള മാറ്റങ്ങള് ജനനം, വളർച്ച, സ്ഥിതി, പ്രത്യുൽപാദനം, ക്ഷയം, മരണം എന്നിങ്ങനെ ശരീരത്തിന് ധാരാളം മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ശരീരം അസ്ഥിരമാണ്. അങ്ങനെ അസ്ഥിരമായ ഒന്നാണ് ഈ കർമ്മക്ഷേത്രം. എന്നാൽ അതിനുടമയായ ക്ഷേത്രജ്ഞൻ അങ്ങനെയല്ല. ക്ഷേത്രജ്ഞൻ ആത്മാവാണ്. അത് അങ്ങനെയല്ല, അതിന് മാറ്റങ്ങളില്ല, ഒരേ സ്ഥിരമാണത് ക്ഷേത്രജ്ഞൻ. ക്ഷേത്രവും ക്ഷേത്രജ്ഞനും, അതായത് ശരീരവും ആത്മാവും, അല്ലെങ്കിൽ പ്രകൃതിയും പുരുഷനും. നമ്മുടെ ഇവിനാരായണൻ പറഞ്ഞു, ലാസ്റ്റ് വരുമ്പോഴേക്കും പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള ബന്ധം അതെന്താണെന്നുള്ളതും ഈ ആദ്യമുള്ള ശ്ലോകങ്ങളിൽ പ്രകൃതിയെ പറ്റിയും പുരുഷനെ പറ്റിയും പറയുന്നില്ല. പ്രകൃതിയും പുരുഷനും, അതായത് ഇവിടെ നമ്മൾ പഠിക്കുന്നത് ക്ഷേത്രജ്ഞനും ക്ഷേത്രവും ക്ഷേത്രജ്ഞനും, അതായത് ശരീരവും ആത്മാവും അല്ലെങ്കിൽ പ്രകൃതിയും പുരുഷനും തമ്മിൽ പരസ്പരം ബന്ധമുണ്ടെങ്കിലും അവ വേറെ വേറെ തന്നെയാണ്. അറിവില്ലാത്തവര്, അജ്ഞന്മാരായിട്ടുള്ളവര് അത് ഒന്നാണെന്നാണ് ധരിച്ചു വച്ചിരിക്കുന്നത്. ശരീരം തന്നെയാണ് ആത്മാവും എന്നാണ് ധരിച്ചു വച്ചിരിക്കുന്നത്. പക്ഷെ അത് ശരിയല്ല. ക്ഷേത്രം ജഡമാണ്, ശരീരം ജഡമാണ്, അത് ക്ഷണികവുമാണ്. അങ്ങനെ ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും ഇവിടെ വേർതിരിച്ച് കാണിക്കുന്നതാണ് ഈ ദശകത്തില്, ഈ അധ്യായത്തില് അങ്ങുവരെ പറഞ്ഞിട്ടുള്ളത്. ക്ഷേത്രം എന്താണ്, ക്ഷേത്രജ്ഞൻ ആരാണ്, ക്ഷേത്രം ഏതാണ്, ക്ഷേത്രജ്ഞൻ ആരാണ് എന്നാണ് ഈ അധ്യായത്തില് ഉടനീളം പ്രതിപാദിച്ചിട്ടുള്ളത്.
ഇത്രയും പറഞ്ഞുകൊണ്ട് 4, 5, 6 3, 4, 5, 6 ശ്ലോകങ്ങളുടെ വ്യാഖ്യാനം ഞാൻ ചെറുതായിട്ട് ഒന്ന് ചുരുക്കി പറഞ്ഞതേ ഉള്ളൂ. കാരണം അത് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ധാരാളം ഇ വി നാരായണൻ പറഞ്ഞ പോലെ ഇത് വിസ്തരിച്ച് പറയാനാവാത്തത്ര വേദാന്തമാണ് ഇതിനകത്തുള്ളത്. അത് ഉൾക്കൊള്ളാനായിട്ട് എനിക്കോ അല്ലെങ്കിൽ നമ്മൾക്ക് ആർക്കെങ്കിലുമോ അത് അത്രയും കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് ഇവിടെ ചുരുക്കി പറയുന്നു. നന്ദി, നമസ്കാരം. ഹരി ഓം അക്ക. പ്രീജിത അക്ക, ഹരി ഓം. 5 മിനിറ്റ് സമയമുണ്ട്, അക്കയ്ക്കും കുറിച്ച് സംസാരിക്കാം. ഹരി ഓം. പ്രീജിത അക്ക. ഇവിടെ എല്ലാവരും നല്ലപോലെ പറഞ്ഞു, സംസാരിച്ചു. ക്ഷേത്രവും ക്ഷേത്രത്തിനെ കുറിച്ചിട്ടെല്ലാം ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ പറയാം. ക്ഷേത്രം എന്നാൽ ശരീരം എന്നാണ് പറയുന്നതെന്നും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ശരീരത്തെ എന്തുകൊണ്ടാണ് ക്ഷേത്രം എന്ന് വിളിക്കുന്നത്, അങ്ങനെ വിളിക്കാൻ എന്താണ് കാരണം? അപ്പൊ ക്ഷേത്രം എന്ന വാക്കിന് അർത്ഥമുണ്ട്. എന്താണ് അർത്ഥം? ക്ഷേത്രം എന്ന വാക്കിന്റെ അർത്ഥം ക്ഷതം ഉള്ളത് എന്നാണ്. നമ്മുടെ ശരീരത്തിന് ക്ഷതം സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ ക്ഷത്രം എന്ന വാക്കിന് അർത്ഥം കൂട്ടിച്ചേർത്തത് എന്നതാണ്. അപ്പോൾ ശരീരം എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് സോ മെനി ഫാക്ടേഴ്സ് ആണ്. ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ട് അവിടെ, അല്ലെ? പഞ്ചഭൂതാത്മകമായ വസ്തുക്കൾ കൊണ്ടാണ് ശരീരം നിർമ്മിച്ചിട്ടുള്ളത്, അല്ലെ? അതിൽ വെള്ളം, അഗ്നി, വായു, ഭൂമി എല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട്. പഞ്ചഭൂതാത്മകമായ നിർമ്മിതമായ വസ്തുവാണ് ശരീരം. അത് ക്ഷതമുള്ളതാണ്. പിന്നെ ക്ഷേത്രം എന്ന വാക്കിന് കൃഷിസ്ഥലം എന്നും അർത്ഥമുണ്ട് അവിടെ. അപ്പോൾ ഒരുപാട് ഇങ്ങനെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഇങ്ങനെ നടക്കുന്ന സ്ഥലത്തെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പൊ കൃഷിസ്ഥലത്ത് ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ക്ഷേത്രങ്ങളെ കുറിച്ച് നമുക്ക് കേട്ടിട്ടുണ്ട്. കലാക്ഷേത്രം, അവിടെയും ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കർമ്മക്ഷേത്രം, ഈ യുദ്ധം നടക്കുന്ന സ്ഥലം കുരുക്ഷേത്രം, അവിടെയും ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ നടക്കുന്ന ഒരുപാട് കർമ്മങ്ങൾ നടക്കുന്ന സ്ഥലത്തെ ക്ഷേത്രം എന്നാണ് പറയുന്നത്. അപ്പൊ ശരീരത്തിലും ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടല്ലേ, അതുകൊണ്ടാണ് ശരീരത്തെയും ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കുട്ടിക്കാലത്തല്ലേ, ചെറുപ്പം മുതൽ അത് ബാല്യം, യൗവനം, വാർദ്ധക്യം എന്നൊക്കെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് നാം അറിയാതെ. അപ്പോൾ ഓരോരോ തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ കാലക്രമേണ നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് നാം അറിയാതെ തന്നെ. അങ്ങനെയുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നത് കൊണ്ടാണ് അതിനെ ശരീരത്തെ ക്ഷേത്രമെന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ക്ഷേത്രത്തെക്കുറിച്ച്, ആ ശരീരത്തെക്കുറിച്ച് അറിയുന്നവനാണ് ക്ഷേത്രജ്ഞൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എന്ന വാക്കിന് അറിവ് എന്നാണ് അർത്ഥം. ജ്ഞാനം, അറിവ്. അപ്പോ ക്ഷേത്രത്തെക്കുറിച്ചുള്ള അറിവാണ് ക്ഷേത്രജ്ഞൻ. അപ്പൊ ഒരുപാട് അതും ഉണ്ട് ഒരുപാട്, അല്ലെ? സർവജ്ഞൻ, വേദജ്ഞൻ. സർവജ്ഞൻ എന്ന് എല്ലാം അറിയുന്നവൻ. വേദജ്ഞൻ, വേദങ്ങളെ കുറിച്ച് അറിയുന്നവൻ. സംഗീതജ്ഞൻ, സംഗീതത്തെ കുറിച്ച് അറിയുന്നവൻ. കൃതജ്ഞൻ, നന്ദിയുള്ളവൻ. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ജ്ഞന്മാരുണ്ട്. അതിൽപ്പെട്ടതാണ് അങ്ങനെ അറിവുള്ളവൻ. അപ്പൊ ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തെ കുറിച്ച് അറിയുന്നവൻ. അപ്പോൾ അതാണ് ക്ഷേത്രജ്ഞൻ. അപ്പൊ നമ്മുടെ ശരീരം ക്ഷേത്രമാണ്. അപ്പൊ ക്ഷേത്രജ്ഞൻ ആരാണ് നമ്മുടെ ശരീരത്തിൽ? അപ്പോൾ നമ്മൾ ഇപ്പൊ ശ്വസിക്കുന്നുണ്ട്, അല്ലെ? ഇപ്പൊ ശ്വസിക്കുമ്പോൾ നമ്മൾ മൈൻഡ് അറിയാതെയാണ് ശ്വസിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഉറക്കത്തിലും ശ്വസിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രവർത്തനം, അപ്പൊ ഈ ഒരുപാട് വാതകങ്ങളുണ്ട് നമുക്ക് ചുറ്റും. ആ വാതകത്തിൽ നിന്ന് ഓക്സിജനെ മാത്രം നമ്മളുടെ ഉള്ളിലേക്ക് എത്തിക്കുന്നുണ്ട് ഒരു ശക്തി. നമ്മളുടെ ഉള്ളിലുള്ള ഒരു ശക്തി, ഒരു ചൈതന്യം, അതാണ് ക്ഷേത്രജ്ഞൻ. അപ്പോൾ നമ്മുടെ ശരീരം ക്ഷേത്രമാണ്. അതിലുള്ള ചൈതന്യം, ആ ശക്തി, ആ ഭഗവാൻ, അതാണ് ക്ഷേത്രജ്ഞൻ. അപ്പോൾ ഒരുപാട് ശരീരത്തിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളെ, ബ്ലഡിലെ പ്യൂരിഫിക്കേഷനും അതിന്റെ സർക്കുലേഷനും അതിന്റെ ഇതും, അതുപോലെ തന്നെ ഗർഭപാത്രത്തിൽ കുഞ്ഞുണ്ടാകുന്നതും അങ്ങനെ അത് വളരുന്നതും, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസുകളൊക്കെ നിയന്ത്രിക്കുന്നത്, കൺട്രോൾ ആക്കുന്നത് ഒക്കെ ഉള്ള ഒരു ചൈതന്യമാണ്. അപ്പൊ നമ്മൾ ശാസ്ത്രജ്ഞന്മാരോട് ചോദിച്ചാൽ പറയും അതൊക്കെ പ്രകൃതിയാൽ ഉണ്ടാകുന്ന എന്നതാണ്. പക്ഷെ ആ ചൈതന്യം, ഉള്ളിലുള്ള ഒരു ചൈതന്യം നമുക്ക് ഇല്ലെങ്കിൽ, ആ ക്ഷേത്രജ്ഞൻ നമ്മുടെ ശരീരത്തിലില്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കുകയില്ല. അതുപോലെ തന്നെ നമ്മുടെ ശരീരം പ്രകൃതിയുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടും നിൽക്കുന്നുണ്ട്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെയുള്ള ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ ശരീരവും. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു. അതിനൊക്കെ നിലനിർത്തുന്നതും ആ ചൈതന്യം തന്നെയാണ്. അങ്ങനെയുള്ള ആ ചൈതന്യമാണ് നമ്മുടെ ശരീരത്തിലും ഉള്ളത്. അപ്പോൾ ഓരോ ശരീരവും ക്ഷേത്രവുമാണ്, ക്ഷേത്രജ്ഞനുമാണ്. അപ്പോൾ ആ ക്ഷേത്രത്തെ കുറിച്ചുള്ള അറിവ് നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് തന്നെ, നമ്മുടെ ശരീരത്തിൽ തന്നെ നമുക്കുള്ള സകല പ്രശ്നങ്ങളെയും പരിഹരിക്കാനുള്ള കഴിവ്, ഒരു ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ക്ഷേത്രജ്ഞനായിട്ട്. നമ്മൾ അറിയാതെ പോകുന്നു. നമ്മുടെ പരിശീലനത്തിലൂടെ അത് മനസ്സിലാക്കണം. അപ്പോൾ സത്സംഗത്തിലൂടെ അറിഞ്ഞുകൊണ്ട്
നാമസങ്കീർത്തനത്തിലൂടെയും ഭജനയിലൂടെയും അത് അനുഭവിച്ചുകൊണ്ട് നമുക്ക് മുന്നേറി കഴിഞ്ഞാൽ സകല പ്രശ്നങ്ങളിലും പരിഹരിക്കാൻ നമുക്ക് തന്നെ പറ്റും എന്നാണ് ഇവിടെ പറയുന്നത്. ഹരി ഹരി ഓം. ഇന്നത്തെ ഭഗവത്ഗീതയുടെ അധ്യയനം വളരെ ഭംഗിയായി പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇന്നിവിടെ ധ്യാനശ്ലോകം വളരെ ഭംഗിയായി ചൊല്ലിയ രാജലക്ഷ്മി അക്ക ഈ അധ്യായത്തിന്റെ ഇൻട്രൊഡക്ഷൻ വളരെ ലളിതമായും സ്പഷ്ടമായും നമുക്ക് മനസ്സിലാക്കി തന്ന വി നായരണ്ണൻ, വളരെ സ്ഫുടതയോടെ ചാൻഡിങ് ഗൈഡൻസ് നൽകിയ ഗിരിജ അക്ക, ശ്ലോകങ്ങൾ റിപ്പീറ്റ് ചെയ്ത പങ്കജാക്ഷനണ്ണൻ, തിലകാക്ക, അതുപോലെ വളരെ ഭംഗിയായി നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ഈ ശ്ലോകങ്ങളുടെ എല്ലാം വിശദീകരണം നൽകിയ ജയശ്രീ അക്ക, സരോജിനി അക്ക, അതുപോലെ പ്രീജിത അക്ക, കൂടാതെ ബാക്കപ്പിൽ നിന്ന ഗംഗ അക്ക, ഇവർക്ക് എല്ലാവർക്കും സമിതിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാത്തിലുമുപരി നമ്മുടെ ഈ സമിതിക്കും ഇതിന്റെ പിന്നണിയിൽ അഹോരാത്രം പ്രവർത്തിക്കുന്ന നമ്മുടെ സിന്ധു അക്കയ്ക്കും സുനേന അക്കയ്ക്കും എൻ്റെ സ്വന്തം പേരിലും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോ യോഗബന്ധുക്കളുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. എനിക്ക് ഇവിടെ ആങ്കറിംഗ് ചെയ്യാൻ അവസരം ഒരുക്കി തന്ന സിന്ധു അക്കയ്ക്കും ഇതിന്റെ ഭാരവാഹികളോടും പ്രത്യേകം നന്ദി പറയുന്നു. കൂടാതെ ഇവിടെ സന്നിഹിതരായിരുന്ന എല്ലാ യോഗബന്ധുക്കൾക്കും എൻ്റെ പേരിലും സമിതിയുടെ പേരിലും നന്ദി പറഞ്ഞുകൊള്ളുന്നു. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.